Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 117.65 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. 23,500 മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 23,530.25 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ കൃത്യമായിട്ട് 23,275 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ആണ് ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 23,580 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 582.95 ആണ് തോന്നുന്നു ഇന്നലത്തെ ഡേ ഹൈ. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 117.65 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു 700 ലെവലിലേക്ക് നോക്കാം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. 23,700 ലെവലിലേക്കൊരു റീടെസ്റ്റ് വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നലത്തെ ഡേ ഹൈ ലെവലിലേക്കാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 23,500 ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷൻ കാണാം. നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രോപ്പറായിട്ടുള്ളൊരു ഡയറക്ഷൻ കൺഫേം ആവാൻ വേണ്ടി. $23,650 കോൾ ഓപ്ഷൻ, 23,700 രണ്ട് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടും, അതുപോലെ തന്നെ 23,400 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്, 23,400 ആൻഡ് 22,450. ഇതൊക്കെ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് അറൗണ്ട് 150 ട്രേഡ് ചെയ്യുന്നത്. 23,450. ഇന്നലത്തെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,550 ലെവലിലൊരു കൺസോളിഡേഷൻ കാണുന്നുണ്ട്. നമുക്ക് 23,580 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുവരെ വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു ബൈ സൈഡ് തന്നെ, ബൈങ് പ്രഷർ തന്നെയാണ് കാണുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 23,580 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 585, 23,585 ലെവൽ. കോൾ ഓപ്ഷൻ 23,650 ഓൾറെഡി 170 എത്തിക്കഴിഞ്ഞു. 23,600 കോൾ ഓപ്ഷൻ വാച്ച് ചെയ്യാം. 23,700. ഓക്കെ, $23,750. ഓക്കെ, 145, 125 നിൽക്കുന്നുണ്ട്. ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ബൈയിങ് പ്രഷറാണ് കാണുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ആ ഒരു ഹൈ നിന്നാണ് ഒരു പ്രൈസ് റിജക്ഷൻ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ബൈയിങ് പ്രഷർ ആ ഒരു ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വരികയാണെങ്കിൽ മാത്രം നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു റിജക്ഷനാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ബൈയിങ് പ്രഷറോടുകൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം.
23,580 ലെവൽ നമുക്കൊരു എൻട്രി എടുക്കാം. വെയിറ്റ്, യെസ്, നമ്മളൊരു എൻട്രി എടുത്തു. 124.25, ഓൾമോസ്റ്റ് 125ലാണ് നമ്മൾ വൺ ലോട്ട് എൻട്രി എടുത്തിട്ടുള്ളത്. 23,750 കോൾ ഓപ്ഷനാണ് എൻട്രി എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്നൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. അതൊരു ബൈയിങ് പ്രഷർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് മുൻപായിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേ ബി 650 അല്ലെങ്കിൽ 600 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് 125ലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. 700 ലെവലിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 120 പോയിൻറ്റ്സോളം ഈ ഒരു ട്രേഡിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വൺ ലോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. മേ ബി 23,700 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്യുന്നുണ്ട് സ്പോട്ട് ചാർട്ടിൽ നോക്കുമ്പോൾ. അപ്പോൾ അതൊരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊന്ന് കൂടുതൽ പ്രോഫിറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. ഏതൊരു ഡൗൺ ആവുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെരി റിസ്കി. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ആണ് ഫോം ചെയ്യുന്നത്. സ്പോട്ട് ചാർട്ടിൽ ഇവിടെ കൃത്യമായിട്ട് കാണാം. ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ, നമുക്ക് സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണാം. നമ്മളതുകൊണ്ട് വൺ ലോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. യെസ്, ഡൗൺ ആവുന്നുണ്ട്. യെസ്, റെസിസ്റ്റൻസ് ഫോം ചെയ്തു. 23,580 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പം എക്സിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പുൾ ബാക്ക് ആണോ ഇതെന്നുള്ളത് നമുക്ക് നോക്കാം. $125 നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ അത് കുറച്ചൊരു റിസ്കി പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അത് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിൽ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. ആസ് ഓഫ് നൗ നമ്മൾ 300 റുപ്പീസ് ലോസിലാണ്. 125 നമ്മൾ കയറി. ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 700 റുപ്പീസ് ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ഫോളാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ലെവൽ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ലെവലായിരുന്നു. ഡേ ഹൈ ലെവൽ 580 നമ്മളൊരു ചാൻസ് എടുത്തു. പക്ഷേ അതിനകത്തൊരു റിവേഴ്സൽ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
അതുപോലെ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് അവിടെ കൃത്യമായിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്യാം. അപ്പോൾ അതിനൊരു കൺഫർമേഷന് വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ളത് അറൗണ്ട് 113.50 113.5 അതിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ അത് 106 എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും താഴേക്ക് വരും, കാരണം നമ്മുടെ എൻട്രി അത് കുറച്ച് ഡിലേ ആയിരുന്നു. അതുപോലെ തന്നെ റിവേഴ്സൽ സൈന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യായിരുന്നു ഈ ഒരു ട്രേഡ്. എന്തായാലും പുട്ട് ഡയറക്ഷനിൽ തന്നെയാണ്, ഡൗൺ സൈഡാണ് വരാൻ പോകുന്നത്. ഗ്യാപ്പ് ഫില്ലിങ്ങിന് ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. 23,400 അല്ലെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആസ് ഓഫ് നൗ എൻട്രീസ് എടുത്തിട്ടില്ല. ഇത് സ്ക്വയർ ഓഫ് ചെയ്തു. കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ തന്നെയാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്കിന് ചാൻസ് ഉണ്ട്. ഡേലോ ഓൾമോസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു. ഒരു റിവേഴ്സൽ സൈന് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. എൻട്രി എടുത്തതിന് ശേഷമാണ് അത് മനസ്സിലായത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചെറിയ ലോസാണ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു എൻട്രി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓൾറെഡി ഒരു 700 റുപ്പീസിൻ്റെ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏർലി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും മുമ്പ് പറ്റിയിട്ടുള്ളത്, നമുക്ക് ലോസാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് അത് ഒരു 20-30 പോയിൻറ്റ്സ് കൂടി പോയി. അങ്ങനെ നമുക്കൊരു 2K 3K അല്ലെങ്കിൽ ഈവൻ 5K വരെയൊക്കെ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫർദർ ഡയറക്ഷൻ തെറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ന്യൂ ഡേലോ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നല്ലൊരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് കൺഫേം ആയി കഴിഞ്ഞാൽ എന്തായാലും പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്യാം. 23,500 ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 23,400. യെസ്, നമ്മൾ എൻ്റർ ചെയ്തു. പുട്ട് ഓപ്ഷൻ 1 ലോട്ട് 143 എൻ്റർ ചെയ്തിട്ടുണ്ട്. 143. ഓക്കെ, ഡേ ഹൈ വന്നിട്ടുള്ളത് 150.50. ഓക്കെ, യെസ്, അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഫോൾ വരും. സ്പോട്ട് ചാർട്ടിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ഗ്യാപ്പ് ഫില്ലിങ് ആ ഒരു ലെവലിലുള്ളൊരു ഫോളാണ്. അപ്പോൾ ഞാനൊരു സിമിലർ ചാർട്ടാണ് ആക്ച്വലി ഇത്. അപ്പോൾ നമ്മൾ മുമ്പ് ഇതേപോലെ ലോസ് ബുക്ക് ചെയ്യാൻ പോയി. ഞാൻ ആ ഒരു ചാർട്ട് കാണിച്ചു തരാം. അത് ഫസ്റ്റ് ഈ ഒരു ട്രേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രീവിയസ് ഇതിലേക്ക് നമുക്ക് പോവാം. എത്ര പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടാണ് ചാർട്ട് പാറ്റേൺസും ക്യാൻഡിൽസും എല്ലാം ഫോം ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ടാണ്. പക്ഷേ റിപ്പീറ്റേഷൻ്റെ ഒരു ഫ്രീക്വൻസി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് വന്ന ചാർട്ട് എഗെയിൻ വരുന്നത് നാളെയാണോ അല്ലെങ്കിൽ മൺഡേ ആണോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വീക്ക്ലി വൺസ് എന്തായാലും എല്ലാ ചാർട്ട് പാറ്റേൺസും വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് മുമ്പ് വന്നിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിലുള്ളൊരു ഫോക്കസ് നഷ്ടമാവും. അപ്പോൾ 1 or 2 എൻട്രീസ് കൂടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതുകൂടി എടുക്കാം. 23,400 ഓൾറെഡി 150 വന്നു കഴിഞ്ഞു. 143 നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 30-40 പോയിൻറ്റ്സ് കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. പുൾ ബാക്ക് വരും. ആ പുൾ ബാക്ക് കൂടി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിലും നമുക്ക് ലോസ് വരികയാണെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്. ബട്ട്
അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 143 ആണ് ആവറേജ് പ്രൈസ്. പുൾ ബാക്ക് അറൗണ്ട് 23,540 ലെവലിലേക്ക് പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 23,530 ലെവലിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. യെസ് റിജക്ഷൻ സ്പോട്ട് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അഗൈൻ 5 മിനിറ്റ്സ് ലോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സപ്പോർട്ട് ലെവൽ കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഡേ ലോയിൽ വന്നിട്ടുള്ള ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള സപ്പോർട്ട് ലെവൽ. ബട്ട് കുറച്ച് റിസ്ക്കിയാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റും നമ്മുടെ ഒരു പൊസിഷനും കുറച്ച് റിസ്ക്കിയാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു ആപ്പിൽ. ശരിയായെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു ആ ഒരു പൊസിഷൻ. അപ്പോൾ നമുക്ക് റീ എൻട്രി ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് ബ്രേക്കൗട്ട് ആയതിനു ശേഷം മേ ബി ഒരു പുൾ ബാക്കിന് ചാൻസസ് ഉണ്ട്. കാരണം നേരത്തെ പുൾ ബാക്ക് ഇപ്പോൾ ഈ ഒരു പുൾ ബാക്ക് കുറച്ചൊരു ക്രിട്ടിക്കലായിരുന്നു ഈ 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതിലൊരു റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അതൊരു ബുക്കിംഗ് ആണ് കാണിക്കുന്നത് ആസ് പെർ ദ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. മേ ബി അത് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം വരുമോ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ റിക്കവർ ചെയ്തു. 100 റുപ്പീസ് മാത്രമാണ് ലോസ് ഉള്ളത്. ഓൾമോസ്റ്റ് 600 റുപ്പീസാണ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തത്. അതിനിടയ്ക്ക് ആപ്പിനും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 609 പോയിൻറ്റ്സ്. എന്തായാലും നമ്മൾ റിക്കവർ ചെയ്തു. പക്ഷേ അതിലുദ്ദേശിച്ചൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷന് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കിങ്ങനെ വളരെ ക്വിക്കായിട്ട് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അത് അതനുസരിച്ചിട്ടുള്ളൊരു സ്പീഡ് നമുക്ക് ബൈ പ്രാക്ടീസ് മാത്രമേ കിട്ടൂ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈ രീതിയിൽ ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തു, അതിൽ ലോസ് ഏർലി ബുക്ക് ചെയ്ത് പുട്ട് ഓപ്ഷൻ എടുത്തു, അതിൽ നമ്മൾ റിക്കവർ ചെയ്ത്, അപ്പോൾ അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷനും ചാർട്ട് അനാലിസിസും എല്ലാം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ലോസ് വന്നു കോളിൽ അതുകൊണ്ട് പുട്ടെടുക്കാം, അല്ലെങ്കിൽ പുട്ടിൽ ലോസ് വന്നു കോൾ എടുക്കാം, അങ്ങനെ ചെയ്യുന്നതല്ല. അത് വീഡിയോ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഒരു മാർക്കറ്റ് രണ്ട് സൈഡും ഒരു പ്രഷർ തരുന്നുണ്ട്. ബൈയിങ് സൈഡും അതുപോലെ തന്നെ പുട്ട് സൈഡും. സെൽ സൈഡ് തന്നെയാണ് കൂടുതൽ ചാൻസസ് ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇത് ബുക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എനിവേ നമുക്ക് ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് ആസ് ഓഫ് നൗ ഉള്ളത്. നമുക്ക് ഫർദർ ഒരു പ്രോപ്പർ ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ. ഞാൻ നേരത്തെ വന്നിട്ടുള്ള ഈ ഒരു പുൾ ബാക്കിൻ്റെ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആവും. അതിനുശേഷമുള്ള എൻട്രി മാത്രമേ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പുട്ട് ഓപ്ഷൻ സ്പോട്ട് ചാർട്ടിൽ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടൊരു മൊമെൻറ്റം വരികയോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലൊരു ബ്രേക്ക് ഔട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിനുള്ളൊരു വ്യൂ ആണ് ഓവറോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഇനി എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ഇത് നമ്മൾ പ്രീവിയസ് ഡേ ഞാൻ 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. മുമ്പ് വന്നിട്ടുള്ളൊരു ചാർട്ട് ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ കോൾ ഓപ്ഷനിലൊരു ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണോ ആണെന്നാണ് തോന്നുന്നത് റിസൾട്ട് ഡേ, ഇവിടെ ഇലക്ഷൻ റിസൾട്ട് ഡേ അന്നൊരു ഫോൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മെയ് 4. അപ്പോൾ ആ ഒരു ഇതിൽ ഹൈ വന്നതിന് ശേഷം നമ്മൾ
ഈ ഒരു ട്രേഡിൽ കൃത്യമായിട്ട് ഹൈ വന്ന് അത് ഡൗൺ ആവുമെന്ന് മനസ്സിലായെങ്കിലും നമ്മൾ എക്സിറ്റ് ചെയ്തത് ഈ ഒരു ഫോള് ഫസ്റ്റ് ലെഗ് ഫോളോ ചെയ്തതിന് ശേഷമാണ് എക്സിറ്റ് ചെയ്തത്. പിന്നെ അത് പുൾ ബാക്ക് വന്ന് 22,240 ഇവിടെ കാണാം. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് ഡൗൺ ആയി. പിന്നെ മുഴുവൻ അന്നത്തെ ദിവസം ഒരുപാട് ഡൗൺ ആയി 24,000 വരെ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് പറ്റിയിട്ടുള്ളത്, നമ്മൾ കുറച്ച് ഏർലി തന്നെ നമുക്ക് 24,300 അറൗണ്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഡയറക്ഷൻ റിവേഴ്സ് ആയെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത്. അപ്പോൾ അന്ന് നമുക്ക് ഒരു 4.6K ലോസ് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്തില്ല. നമ്മളതിനെ എക്സിറ്റ് ചെയ്തു, ഏർലി ലോസ് ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു ഡൗൺഫോളിൽ നമ്മൾ പ്രോഫിറ്റും എടുത്ത് പുട്ട് ഓപ്ഷനിൽ എന്നിട്ട് നമ്മൾ റിക്കവറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ദിവസത്തെ ചാർട്ട് കൂടി നോക്കുകയാണെങ്കിൽ ഇതേപോലൊരു മൂമെൻ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു മെയ് 4 തന്നെയാണെന്നാണ് തോന്നുന്നത്. ആ ഒരു ദിവസത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും, അത് കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഫർദർ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഫർദർ ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്യാപ്പ് ഫില്ലിങ് ഇതൊക്കെയാണ് ഇന്നത്തെ പോസിബിലിറ്റീസ്. നമുക്ക് എന്തായാലും ഫർദർ എൻട്രി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു എൻട്രി കൺഫർമേഷൻ ഉണ്ട്. പുട്ട് ഓപ്ഷൻ യെസ്, നമ്മൾ CNCയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ MISലായിരുന്നു. 168 ആണ്. കുറച്ച് പ്രീമിയം അധികമാണ്, പക്ഷേ പ്രീമിയം സ്ട്രൈക്ക് പ്രൈസ് മാറ്റാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ സ്ട്രൈക്ക് പ്രൈസ് എടുത്തത്. അടുത്ത എൻട്രി നമുക്ക് മേ ബി അടുത്ത വേറൊരു സ്ട്രൈക്ക് പ്രൈസിൽ അല്ലെങ്കിൽ പ്രീമിയം കുറവുള്ളതിൽ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതിനകത്തൊരു 10 to 15 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 15 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. അത് 85 അറൗണ്ട് 70 ആണ്. 85 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അത് എത്ര സമയം എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മേ ബി ഒരു കുറച്ച് സമയം അധികം എടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ 168.5 എൻട്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത എൻട്രിക്കായിട്ട് നമുക്ക് വാച്ച് ലിസ്റ്റിൽ നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള 23,350 ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. 140 ട്രേഡ് ചെയ്യുന്നത്. മേ ബി ഇപ്പോൾ തന്നെ നമുക്കൊരു എൻട്രി കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് കൂടി എടുത്ത് വയ്ക്കാം. ഓൾറെഡി നമ്മൾ 2 ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ കോൾ ഓപ്ഷനിൽ ലോസ് വന്നു, പുട്ട് ഓപ്ഷനിൽ ആ ഒരു ലോസ് നമ്മൾ റിക്കവർ ചെയ്തു. ഒരു 100 രൂപ മാത്രമാണ് ഇപ്പോൾ ലോസ് ഉള്ളത്. യെസ്, നമുക്ക് 146. ഓക്കെ, വെയിറ്റ്. യെസ്, ഒരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊസിഷൻസ് ഇപ്പോൾ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലോട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 23,350 പുട്ട് ഓപ്ഷനിൽ ഒരു ലോട്ട് 145 പ്രീമിയത്തിലും 145 ആവറേജ് പ്രൈസിലും, 23,400 പുട്ട് ഓപ്ഷൻ 168.5 ആവറേജ് പ്രൈസ്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഇപ്പോൾ ലോസിലാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഒരു 15 പോയിൻറ്റ്സ് മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ, പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവൽ. അപ്പോൾ അതിന് കുറച്ച് മേ ബി കുറച്ച് സമയം എടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ റിസ്ക്കും കുറച്ച് ഹൈ ആണ്, അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1K ലോസ് വന്നു കഴിഞ്ഞു. ഓൾറെഡി 2 ലോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്. ബട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു റിസ്ക് എടുത്തേ പറ്റൂ. ആസ് ഓഫ് നൗ ഒരു
1K ലോസിലാണ്. നമുക്ക് നോക്കാം. $23,475 നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 1.5K ലോസിലാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു റിസ്കി പൊസിഷൻ എടുത്തു കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊസിഷൻ 800 റുപ്പീസ് ലോസിലാണ്. അപ്പം നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഡേയിലോ ഓൾറെഡി സപ്പോർട്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളൊരു ട്രേഡാണ്. ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, നമ്മൾ 2000 റുപ്പീസ് ലോസ് ബുക്ക് ചെയ്തു ഓവറോൾ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു റിസ്ക് എന്തായാലും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 2K ലോസ് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൽ 1.9K ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. 185 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് കുറച്ചധികം ട്രേഡ്സ് ഇന്ന് എടുത്തു. അത് ഭയങ്കര രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കൂടുതൽ ഡൗൺ സൈഡ് വരുന്നതന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെടുത്ത പ്രീമിയം കുറച്ച് ഹൈ ആയതുകൊണ്ട് 1.9K ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഇനി ട്രേഡ്സ് എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.